പുതുതായി പുറത്തുവന്ന സീ വോട്ടർ സർവേയിൽ 86% അയോധ്യ കൈനീട്ടക്കൊള്ളയിൽ മോദി ഭരണത്തിനും സംഘപരിവാറിനുമെതിരെ പ്രതിഷേധം ഈ രാജ്യം അറിയിച്ചിരിക്കുന്നത്. അതുപോലെ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ 59% പേർ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിനർത്ഥം അതിശക്തമായ പ്രതിഷേധം നരേന്ദ്രമോദിക്കും ഭരണത്തിനുമെതിരെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. 2014 നമുക്കറിയാം, അധികാരത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 12 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരു വ്യാഴവട്ടം പിന്നിട്ടിരിക്കുന്നു. ഉദിച്ചു ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ പൂർണ്ണമായ പതനമാണിനി ഈ രാജ്യം കാണാൻ വേണ്ടി പോകുന്നത്. അതൊരു ദിവസം കൊണ്ടല്ല, പതുക്കെ പതുക്കെയാണ്. അതിൻ്റെ സൂചനകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ഈ രാജ്യത്ത് പ്രതിഷേധ ശബ്ദം കനക്കുകയാണ്. എല്ലാത്തിനോടും മടുപ്പ് തോന്നി തുടങ്ങി നരേന്ദ്രമോദിക്ക്. പുതിയ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ നടത്തുന്നുമില്ല. പ്രതിഷേധങ്ങളെ നിഷ്പ്രഭമാക്കാൻ കഴിഞ്ഞിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ മിണ്ടാട്ടമില്ലാതെ ഒരു മൂലയ്ക്കിരിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇതുവരെ ഉയർത്തിപ്പിടിച്ച എല്ലാ ആദർശങ്ങളും കാറ്റിൽ പറത്തി മുഴുവൻ തട്ടിപ്പ് നടത്തുന്ന രീതിയിലേക്ക് ഭരണം മാറുകയാണ്. നീറ്റ് പരീക്ഷാ ചോർച്ച, സ്വന്തം മന്ത്രിസഭയിലെ കൊടിയ അഴിമതികൾ, രാമക്ഷേത്രത്തിലെ കൈനീട്ടിക്കൊള്ള, ഒന്നിനു പിറകെ ഒന്നായി അങ്ങനെ NDA സർക്കാർ പ്രതിഷേധ ചുഴിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 12 വർഷത്തിനിടെ ഒരിക്കൽ പോലും സ്വതന്ത്ര മാധ്യമങ്ങളെ നേരിട്ടിട്ടില്ലാത്ത നരേന്ദ്രമോദി ഇപ്പോഴും മൗനത്തിൻ്റെ മഹാവാൽമീകത്തിലാണ്. അങ്ങോട്ട് ചോദ്യമില്ലാത്ത മൻ കി ബാത്ത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അന്ധവിശ്വാസം അവസാനിപ്പിക്കണമെന്ന് പറയുന്ന നരേന്ദ്രമോദിയെ നോക്കി ജന്തർ മന്ദറിൽ അപ്പോൾ CJPയുടെ യുവജനങ്ങൾ പാത്രങ്ങളും കരണ്ടിയുമായി മോദിയുടെ തന്നെ കോവിഡ് കാലത്തെ പാത്രമുട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് അന്ധവിശ്വാസത്തെ പരിഹസിക്കുന്നുണ്ടായിരുന്നു. മൻ കി ബാത്ത് ഇപ്പോൾ ഏറ്റവും വലിയ പരാജയമായി മാറുകയാണ്. ഒരിക്കലും ഈ രാജ്യം ചൂടോടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയവും അത് ഏറ്റെടുക്കാറുമില്ല. ശ്രീരാമനിലാണ് ഭാരതത്തിൻ്റെ വിശ്വാസമെന്നും ശ്രീരാമനെക്കുറിച്ചാണ് ഭാരതത്തിൻ്റെ ചിന്തയെന്നും രാമനാണ് ഭാരതത്തിൻ്റെ അടിത്തറയെന്നുമാണ് 2024 ജനുവരിയിൽ പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പണി പൂർത്തിയാകും മുൻപേ അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ സ്വയം പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോൾ നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരുന്നത്, പ്രഖ്യാപിച്ചത്. എന്നാൽ അയോധ്യയിലെ സംഭാവന ഭണ്ഡാരത്തിൽ സംഘപരിവാറിൻ്റെ പിണിയാളുകൾ കൈയിട്ട് വാരിയത് കോടിക്കണക്കിന് വിശ്വാസികൾ അത് വേദനയായി എടുത്തപ്പോൾ, അവർക്കൊക്കെ മനസ്സ് നിറയെ വേദന സമ്മാനിച്ചപ്പോൾ നരേന്ദ്രമോദിക്ക് മിണ്ടാട്ടമില്ല. വിശ്വാസികളുടെ കൈനീട്ടത്തിൽ സംഘപരിവാർ കൈയിടുന്നത് ഇതാദ്യമായല്ല. 80കളിലും 90കളിലും അയോധ്യയിലേക്ക് പൂജിച്ച ശിലകൾ കൊണ്ട് പോവാനെന്ന പേരിൽ വിശ്വ ഹിന്ദു പരിഷത്ത് കോടികൾ പിരിച്ചതിനെക്കുറിച്ച് 90 മാർച്ചിലെ ഇന്ത്യ ടുഡേ അന്വേഷണ റിപ്പോർട്ട് വലിയ വിവാദമായത് നമ്മൾക്ക് ഓർമ്മയുണ്ട്. അതിനേക്കാൾ ഗൗരവമുള്ളൊരു തട്ടിപ്പാണിപ്പോൾ അയോധ്യയിൽ അരങ്ങേറിയിരിക്കുന്നത്. 90ലേതുപോലെ ഇതൊരു പ്രസിദ്ധീകരണത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ട് മാത്രമല്ല, അറസ്റ്റ് ചെയ്യപ്പെട്ട 8 പേരിൽ നിന്ന് 80 ലക്ഷത്തോളം രൂപ പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. അറസ്റ്റിലായ സാധാരണ ജീവനക്കാർക്ക് പിന്നിൽ വൻ തോക്കുകൾ ഒളിഞ്ഞിരിക്കുകയാണ്. BHP മാത്രം അവകാശപ്പെട്ടിരുന്നത് 12.5 കോടി വീടുകളിൽ നിന്നായി അയോധ്യ രാമക്ഷേത്രത്തിനായി 3300 കോടി രൂപ ശേഖരിച്ചുവെന്നാണ്. ഇതൊക്കെ എവിടെ പോയി എന്ന് കണ്ടെത്തേണ്ടത് വേറെ വിഷയം. മോദി സർക്കാരാണ് രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് രൂപീകരിച്ചത്. 12 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്തതും സർക്കാർ തന്നെയാണ്. മോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന നിർഭേന്ദ്ര മിശ്രയായിരുന്നു നിർമ്മാണ കമ്മിറ്റി അധ്യക്ഷൻ. അമിത്ഷായുടെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ പ്രശാന്ത് ലേഖഡെ മെമ്പറായിരുന്നു. മോദിക്കും അമിത്ഷായ്ക്കും പ്രിയങ്കരനായ BHPയുടെ നേതാവ് ചമ്പത് റൈ ആ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയുമാണ്. എന്നിട്ടും മോഡിയോ അമിത്ഷായോ രാമക്ഷേത്ര വിവാദത്തെക്കുറിച്ച് ഇതുവരെ മിണ്ടിയിട്ടില്ല. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ കണ്ണീരടിക്കുകയും അവരുടെ ജീവിത സ്വപ്നങ്ങളെ തന്നെ ത്രിശങ്കുലാക്കുകയും നിരവധി വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടും പ്രധാനമന്ത്രി അത് കണ്ടതായി തന്നെ നടിച്ചിട്ടില്ല. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവും കുടുംബവും സംസ്ഥാന സർക്കാർ വൻകിട പദ്ധതികൾ ആരംഭിക്കാനിരിക്കുന്ന കണ്ണായ പ്രദേശത്ത് ഭൂമികൾ വാങ്ങിക്കൂട്ടിയപ്പോഴും പ്രധാനമന്ത്രി മഹാമൗനത്തിലാണ്. ഒടുവിൽ കേന്ദ്രമന്ത്രി ഭഗീരഥ് ചൗധരി സ്വന്തം വകുപ്പ് നൽകുന്ന കാർഷിക സബ്സിഡി പദ്ധതിയിൽ നിന്ന് 1 കോടിയോളം രൂപ സ്വന്തം കൃഷിക്കളത്തിന് അനുവദിച്ചപ്പോഴും മോഡി വാ തുറന്നിട്ടില്ല. അഴിമതിപ്പണം തിന്നുകയോ തിന്നാൻ അനുവദിക്കുകയോ ചെയ്യില്ല എന്ന് തെരഞ്ഞെടുപ്പ് റാലികളിൽ ആവർത്തിച്ചതുപോലും അദ്ദേഹം സൗകര്യപൂർവ്വം മറന്നു. വിവാദ വിഷയങ്ങൾ തൊടാനുള്ള ധൈര്യം ഒരിക്കലും പ്രധാനമന്ത്രി കാണിക്കാറില്ല. ഡൽഹി കലാപം, മണിപ്പൂർ പ്രതിസന്ധി, ഇന്ത്യൻ അതിർത്തിയിൽ ചൈനീസ് സൈന്യം കടന്നുകയറിയത് തുടങ്ങിയ പ്രശ്നങ്ങൾ ഈ രാജ്യത്തെ പിടിച്ചുലച്ചപ്പോഴൊക്കെ പ്രധാനമന്ത്രി മിണ്ടിയിട്ടില്ല. പ്രശ്നങ്ങൾ തണുക്കുമ്പോൾ മാത്രമേ അദ്ദേഹം വാ തുറക്കുകയുള്ളൂ. പിണറായി ഒന്നാം ഭരണത്തിൽ സംഭവിച്ചതുപോലെ ആദ്യ 2 ടേമിൽ ഇത് ഒന്നും മോദിക്ക് വലിയ ദോഷം ചെയ്തിട്ടില്ല. എന്നാൽ പ്രശ്നങ്ങൾക്ക് മുന്നിൽ മൗനമെന്ന പതിവ് തന്ത്രം 3ാം ടേമിൽ വിലപ്പോവില്ലെന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ്.
സർക്കാരിൻ്റെ പിടിപ്പുകേട് തൻ്റെ പ്രതിച്ഛായ കൊണ്ടും വാഗാവിലാസം കൊണ്ടും മറികടക്കാമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ. എന്നാൽ ഈ രാജ്യത്ത് നിശബ്ദമായി ഒരു പ്രതിഷേധ കൊടുങ്കാറ്റ് രൂപം കൊള്ളുകയാണ്. സീ വോട്ടർ സർവേയിൽ 86% അയോധ്യ കൈനീട്ടക്കൊള്ളയിൽ പ്രതിഷേധമറിയിച്ചത്. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ 59% പേർ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഈ രാജ്യത്തെ പരീക്ഷാ സമ്പ്രദായത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞത് 52% പേരാണ്. ഇതേ തുടർന്ന് വോട്ടിംഗ് രീതിയിൽ മാറ്റം വരുത്തുമോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞത് 71%. മാറ്റത്തിൻ്റെ ഇരമ്പൽ അടിത്തറയിൽ വളരെ പ്രകടമാണ്. അത് നരേന്ദ്രമോദിയുടെ പടിയിറക്കമല്ല, പടിക്ക് പുറത്ത് നിർത്തലായിരിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഉറപ്പിക്കുന്നത്.